ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇപ്പോൾ സമയം 9 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. ഒരു 2 അവർ മുന്നേ ഞാൻ എണീച്ചു. താഴെ കുക്കിങ്ങും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ മുകളിലേക്ക് എത്തി. അന്നേരം ഞാൻ വിചാരിച്ചു എന്നാൽ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം. കാരണം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആക്കണം എന്നുണ്ടായിരുന്നു. വെറുതെ വീട്ടിലിരിക്കുന്ന ഡേ ആക്കേണ്ട വെച്ച് ഇന്ന് കുറച്ച് പുറത്തൊക്കെ പോകാനുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത് എൻ്റെ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ രാവിലെ എണീറ്റപാടും ഞാൻ ചെയ്യുന്നൊരു പരിപാടിയാണ് ബെഡ് നീറ്റാക്കുക എന്നുള്ളത്. ഇത് ഞാൻ കുറേ നാളായിട്ട് ശീലിച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എനിക്കിത് എൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. രാവിലെ തന്നെ ബെഡ് സെറ്റാക്കി വെക്കുക എന്നുള്ളത്. രാവിലെ തന്നെ ആക്കൂല, കാരണം നിഖിലേട്ടനെ എണീക്കാൻ വേണ്ടിയിട്ട് ഒരു 9 മണിയാവും. അപ്പോഴത്തേക്ക് എൻ്റെ ബെഡ് ഏകദേശം നല്ല മെസ്സായിട്ടുണ്ടാവും. അപ്പോൾ അതിന് ശേഷം ഞാൻ ബെഡ് നന്നായിട്ട് നീറ്റാക്കി വെക്കും. അതെനിക്ക് എൻ്റെ രാവിലത്തെ റുട്ടീനിൽ വരുന്നതാണ്. അപ്പം തന്നെ മനസ്സിനൊരു സുഖം കിട്ടും. അതിനുശേഷം നമ്മുടെ പ്രഭാതകർമ്മങ്ങളിലേക്ക് കിടക്കും. അങ്ങനെ പല്ല് തേപ്പും ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചെറിയ രീതിയിലുള്ള സ്കിൻ കെയർ ഞാൻ ചെയ്യലുണ്ട്. രാവിലെയും ചെയ്യും, രാത്രിയും ചെയ്യും. ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് രാവിലത്തെ സ്കിൻ കെയർ എന്തൊക്കെയാണ്. നോർമലായിട്ട് ടോണറും സെറവും സ്നെയിൽ മ്യൂസിനും മോയ്സ്ചറൈസറും സൺസ്ക്രീനും പിന്നെ ഒരു ലിപ് ബാമും ഇത്രയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ അതൊക്കെ ചെയ്ത് നല്ല ഫ്രഷായിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് എൻ്റെ ബാൽക്കണിയിൽ ഞാൻ കുറച്ച് ഒരു 2-3 ചെടികൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വെള്ളമൊഴിക്കും. ഇടയ്ക്ക് മാത്രം ഞാൻ ചെയ്യൽ, ബാക്കി എല്ലാ സമയത്തും നിഖിലേട്ടൻ തന്നെയാണ് ചെയ്യാറ്. അപ്പം നിഖിലേട്ടൻ രാവിലെ ബിസി ആയിട്ടുള്ള സമയത്ത് ഞാൻ പോയിട്ട് വെള്ളമൊഴിക്കും. ഇതിൽ 2 മണി പ്ലാന്റും ഒരു ക്ലൈംബർ ചെടിയാണ്. താഴേക്ക് അങ്ങോട്ടേക്ക് നമ്മൾ എത്തിച്ചാന്നുള്ളത്. അപ്പോൾ ഇതിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. ബാൽക്കണി ഒരു ചെറിയ ജിം ഏരിയ പോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സൈക്കിളും പിന്നെ ത്രെഡ്മിൽ അപ്പുറത്താണുള്ളത്. ഡംബലും പുഷപ്പ് ബോർഡും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് ജിമ്മൊന്നും ചെയ്യാറില്ല. ഞാൻ ഇടയ്ക്ക് ജിമ്മിൽ പോയിട്ട് തന്നെ ചെയ്യാറുണ്ട്. നിഖിലേട്ടൻ തോന്നുമ്പം ചെയ്യും. രാവിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ലേ പുറത്ത് പോകാനുണ്ടെന്ന്. അപ്പം എൻ്റെ ഈച്ചയുണ്ട് അച്ചു, അവളെ 7 മന്ത് പ്രഗ്നൻ്റ് ആണ്. അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാന്ന്. അപ്പം 9:30 ആകുമ്പോൾ എത്താനാണ് പറഞ്ഞത്. ഇപ്പോൾ ഓൾറെഡി ലേറ്റ് ആയി. അപ്പം നമുക്ക് വേഗം ഡ്രസ്സ് ചെയ്തിട്ട് വീട്ടിലേക്ക് പോവാം. വീട്ടിലാണ് അവളില്ലത്, എൻ്റെ സ്വന്തം വീട്ടിൽ. അപ്പം ഞാനും നിഖിലേട്ടനും കൂടി അവളെ പിക്ക് ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ പോകാന്ന്. അപ്പം നമുക്ക് റെഡി ആയിട്ട് കാണാം. ഞാൻ താഴെ റെഡി ആയിട്ട് എത്തുമ്പോഴത്തേക്ക് നിഖിലേട്ടൻ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ടായിരുന്നു. ഇഡ്ഡലിയും സാമ്പാറായിരുന്നു ഇന്ന്. ഞാൻ വലിയ ഇഡ്ഡലി ഫാനല്ല, എന്നാലും ഞാനൊരു 2 എടുത്ത് കഴിച്ചു. അപ്പോൾ അതിനുശേഷം നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. എൻ്റെ വീട് നിഖിലേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഒരു 5 to 10 മിനിറ്റ്സിൻ്റെ ദൂരം മാത്രമേ ഉള്ളൂ, അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം, എപ്പോഴും ഗേറ്റ് ക്ലോസ്ഡ് ആയിരിക്കും. ഞാൻ അച്ഛനോട് ചോദിക്കാറുണ്ട് വല്ല നിധിയും ഉണ്ടോ ഈ വീട്ടിൽ നിന്ന്. അപ്പോൾ എനിക്ക് ഇങ്ങനെ പുറത്തുനിന്ന് ഇറങ്ങി നടന്ന് ഗേറ്റ് തുറക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷേ നിഖിലേട്ടന് ഇറങ്ങാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പോയി തുറന്ന്. അപ്പോൾ ഗേറ്റ് തുറക്കുമ്പം തന്നെ നമ്മളെ റിയോ കുറച്ചുകൊണ്ടുണ്ട്. റിയോ എൻ്റെ പെറ്റാണ്, ഗോൾഡൻ റിട്രീവറാണ്. അപ്പോൾ റിയോ എന്നെ എപ്പം കണ്ടാലും ഇതുപോലെയാണ്. റിയോയ്ക്ക് ഇപ്പോൾ 2 വയസ്സായി. എൻ്റെ കല്യാണ ടൈമിലായിരുന്നു റിയോനെ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ റിയോൻ്റെ കൂടെ ഞാൻ സ്പെൻഡ് ചെയ്ത സമയം കുറവായിരുന്നു. പക്ഷേ എന്നാലും ഇവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നെ തന്നെയാണ്. നിങ്ങളൊരു പപ്പീനെ വാങ്ങിച്ചു നോക്കുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അച്ഛമ്മ രാവിലെ തന്നെ കുറിയൊക്കെ തൊട്ട് സുന്ദരിയായിട്ടിരിക്കുന്നുണ്ട്. ഏച്ചി പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഞാൻ അമ്മേനെ നോക്കിയിട്ട് നേരെ അടുക്കളയിലേക്ക് പോയി എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ തിന്നാൻ വേണ്ടിയിട്ടെന്ന്. അപ്പോൾ അമ്മ കുക്കിങ്ങിലാണ്. വീഡിയോ ആണ്, യൂട്യൂബ് വീഡിയോ എടുക്കും. അമ്മക്ക് വീഡിയോയിൽ വരാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നല്ല, അമ്മക്ക് ഇങ്ങനെ ഒരുങ്ങി സുന്ദരിയായിട്ട് വരാനാണ് ഇഷ്ടം. ഈ ഒരു കോലത്തിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പം അമ്മേൻ്റെ കയ്യിലുള്ളത് നമ്മുടെ ഇളനീരിൻ്റെ വെള്ളമാണ്. ഏച്ചിക്ക് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് അമ്മ കൊടുത്തതാണ്. അപ്പോൾ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. പയ്യന്നൂർ മുകുന്ദ ഹോസ്പിറ്റലിലാണ് അപ്പോയിൻമെൻറ്റ്. രാവിലെ ഒരു 10 മണിയാകുമ്പോൾ ഡോക്ടർ എത്താൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാവരും യാത്ര പറഞ്ഞ് ഇറങ്ങിയാണ്. ഇതാണ് അച്ഛൻ്റെ പശുവിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വരുന്ന ടൈമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയി. ഇവിടുന്ന് ഒരു 1/2 hour ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. എവിടെയാ പോകുന്നേ? സൂചി വെച്ച് കയറിയ ഏത് ഹോസ്പിറ്റൽ? മുകുന്ദ ഹോസ്പിറ്റലിൽ ഇഞ്ചക്ഷൻ എടുക്കാനാണ് പോകുന്നത്.
7 മന്ത്സ് ആവുന്ന ടൈമിൽ ഒരു ഇഞ്ചെക്ഷൻ എടുക്കാനുണ്ട്. എനിക്കിതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല. അപ്പം ആ ഇഞ്ചെക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. എൻ്റെ ചേച്ചിക്ക് ഭയങ്കര പേടിയാണ് ഇഞ്ചെക്ഷൻ മാത്രമല്ല, ഒരു രീതിയിലുള്ള പെയിൻ പോലും എൻ്റെ ചേച്ചിക്ക് സഹിക്കാൻ പറ്റില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഉറുമ്പ് കടി പോലും എൻ്റെ ചേച്ചിക്ക് സഹിക്കാൻ പറ്റില്ല. ചെറുതുണ്ടാകുമ്പോൾ അമ്മ തന്നെ ഏച്ചീൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നീ എങ്ങനെയാണ് വലുതാകുമ്പോൾ പ്രസവിക്കാന്ന്. അപ്പം ഏച്ചി ഇപ്പോൾ ആ സ്റ്റേജ് വരെ എത്തിയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി. ഇതാണ് എൻ്റെ ഏച്ചിൻ്റെ ഫേവറേറ്റ് നേഴ്സ് ആൻറ്റി. അപ്പോൾ ആ നേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ഡോക്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിനിടയിൽ ക്ഷീണിതയായി ഞാൻ ഏച്ചിൻ്റെ ഇളനീരിൻ്റെ വെള്ളം എടുത്തിട്ട് കുടിച്ചു. ഡോക്ടർ ഷാൻബാഗിനെയാണ് കാണിക്കുന്നത്. ഇഞ്ചക്ഷൻ കൂടാതെ സ്കാനിങ്ങും കൂടിയുണ്ട്. ഇത് കാണിക്ക് ഇനി ഈ ഇഞ്ചക്ഷനാണ് നമ്മൾ കുത്താൻ പോകുന്നത്. എന്റെ വെള്ളത്തിൽ ഉപ്പ് എടുത്തിട്ടേ എടുത്തിനി അമ്മ. എൻ്റെ ഫോണിപ്പോൾ പോകും. വേദന ഉണ്ടായില്ല. കൊച്ചി രാജാവിൽ ചോദിച്ചാൽ ചോദിക്കണം, ആ സൂചി എൻ്റെ കുണ്ടിമത്തന്നെ ഫിക്സ് ആക്കി സിസ്റ്റർ. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ പോയത് ഫലൂദയിലേക്ക്. ഇവർക്ക് രണ്ടുപേർക്കും ഐസ്ക്രീം വേണ്ട പറഞ്ഞു. ഞാൻ മാത്രമേ കഴിക്കുന്നുള്ളൂ. നിങ്ങൾ എന്നാന്ന് തിന്നുന്ന്? നിഖിലാട്ടനോ? ടെൻഡർ കോക്കനട്ട്. അങ്ങനെ നമ്മൾ ഫലൂദയിലെത്തി. പയ്യന്നൂർ 2 ഫലൂദയുണ്ട്. ഒന്ന് പഴയ ഫലൂദ, ഇത് പുതിയ ഫലൂദ, വിൻറ്റേജ് കഫേ. അപ്പോൾ നമ്മളിന്ന് പുതിയ ഫലൂദയിലേക്കാണ് വന്നത്. ഇന്നത്തെ സമ്മർ സ്പെഷ്യൽ കോഴിക്കോടൻ ഫലൂദ, ജ്യൂസി ബെറി, സാഫ്രോൺ, മജസ്റ്റിക്. ഫലൂദ ഓപ്പൺ ആയിട്ടില്ല, നമ്മൾ തിരിച്ചു പോവുകയാണ്. പക്ഷേ രാവിലെ തന്നെ ചമ്മി ആടെ ക്ലോസ് വേണ്ടിട്ടേ. എന്നാ നമുക്ക് ലോലിനോ പോവാം. അപ്പൊ ലോലിനപ്പുറത്ത് പറഞ്ഞില്ല. പക്ഷെ 11 മണിയാവാണ്ട് തുറക്കൂലെന്ന് തോന്നുന്നു. എന്തൊരു കഷ്ണാനാണെങ്കിൽ ഐസ്ക്രീം തിന്നാൻ ഒരുപാട് ആഗ്രഹിച്ചും പോയി. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഫലൂദയിലേക്ക് പോയി. ഇത് ഓപ്പൺ ആയിരുന്നു. വലിയ ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല, കാരണം രാവിലെ ആയിരുന്നില്ലേ. ഞാനൊരു ഐസ്ക്രീം ലവറോ ചോക്ലേറ്റ് ലവറോ അല്ല, സ്വീറ്റ് ലവറും അല്ല. പക്ഷെ എനിക്ക് എപ്പോഴെങ്കിലും മാസത്തിലൊരിക്കൽ എനിക്ക് തോന്നും ഇന്ന് എന്തായാലും ഐസ്ക്രീം കഴിച്ചാൽ. അങ്ങനെ എനിക്ക് ഇന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു ഐസ്ക്രീം വേണമെന്ന് എനിക്ക് ഭയങ്കര വാശിയുണ്ടായത്. ഇതായിരുന്നു ഞാൻ ഓർഡർ ചെയ്തത്. ഇതാണ് ഹണി മസ്റ്റർഡ് ഫ്രൂട്ട് സാലഡ്. ഭയങ്കര ടേസ്റ്റാണ്. ഇതിൻ്റെ മുകളിൽ കാണുന്ന ഓറഞ്ച് കളർ ഐസ്ക്രീം കേസർ ബദാമിൻ്റെ ഐസ്ക്രീം ആയിരുന്നു. പിന്നെ നിഖിലാടിന് ഓർഡർ ചെയ്തത് അനാർ ഷേക്കും ആയിരുന്നു. നിഖിലാടിനൊന്നും ഐസ്ക്രീം ലവറും അല്ല, ചോക്ലേറ്റ് ലവറും അല്ല. ഷേക്ക്, ജ്യൂസ് അങ്ങനെ മാത്രമാണ് കഫേസിലൊക്കെ പോയാൽ കുടിക്കുന്നത്. പിന്നെ അച്ചു ഒന്നും ഓർഡർ ചെയ്തില്ല. അവൾ പറഞ്ഞ് എൻ്റെയും നിഖിലാട്ടിൻ്റെയിൽ നിന്ന് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് അമ്മക്കൊരു പേസ്ട്രി പാർസലും പറഞ്ഞു. അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. എല്ലാവരും പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോയ കാര്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് തന്നെ ഇരുന്ന് വെയിറ്റ് ചെയ്യായിരുന്നു. അച്ഛൻ്റെ പറമ്പിൽ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. തെങ്ങിന് തടം ഇടുക, വളം ഇടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അച്ഛൻ ചെയ്യുന്നുണ്ടായിരുന്നത്. റിയോ ബേബിക്ക് പിന്നെ ഞാൻ പുറത്ത് പോയിട്ട് വന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുക്കണം. അതാണ് ഇങ്ങനെ നക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങ് ദൂരെ കാണുന്നതാണ് എൻ്റെ അച്ഛൻ്റെ ചീരകൃഷി. ഇത് മൊത്തം എൻ്റെ വീട് മൊത്തം ഇങ്ങനെ കളക്കുന്നത് അച്ഛൻ തന്നെയാണ്. വേറെ പണിക്കാരൊന്നും വെക്കാറില്ല. ബിക്കോസ് അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. പുറത്താണെന്നുണ്ടായത്. ഈ പാഷൻ കാരണമാണ് നാട്ടിലേക്ക് വന്നത്. അങ്ങനെ നമ്മൾ തിരിച്ച് നിഖിലേട്ടൻ്റെ വീട്ടിലെത്തി. ഉച്ചക്കേക്കുള്ള പരിപാടി തുടർന്നു. മീൻ കറി ആക്കാനായിരുന്നു. നല്ല നങ്ക് കറിയും മത്തി പൊരിക്കാനായിരുന്നു. അങ്ങനെ അതൊക്കെ ആക്കി നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു. തൈരും അച്ചാറും നങ്കിൻ്റെ കറിയും മത്തി പൊരിച്ചതുമായിരുന്നു. ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഉറങ്ങി. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ഫ്രണ്ട്സിൻ്റെ കൂടെ, കസിൻസും ഉണ്ട് ഫ്രണ്ട്സും ഉണ്ട് നാട്ടിൽ, അവരുടെ കൂടെ ഒന്ന് വയലിൽ കണ്ടെന്ന് പറയും, നമ്മൾ കണ്ടത്തിലെല്ലാം പോയി ഒന്ന് ഒരു റീൽസോ ഡാൻസോ ഒക്കെ എടുത്തിട്ട് വരാമെന്ന്. എൻ്റെ ഒരു ഡെയിലി റൂട്ടീനിൽ ഈ ഒരു കാര്യമാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. ഞാൻ മിക്ക ഡേയ്സിലും എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എൻ്റെ കസിൻസിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ നോക്കാറുണ്ട്. ഇങ്ങനെ കണ്ടത്തിലോ അല്ലെങ്കിൽ വായനശാലയിൽ പോയിരിക്കുക, ക്യാരംസ് കളിക്കുക, യൂനോ കളിക്കുക, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്.
കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചിരുന്നത് ഇത് ഇനി നടക്കൂലോ എന്നുള്ള കാര്യത്തിലായിരുന്നു. പക്ഷേ എങ്ങനെയാണോ ഞാൻ ഉണ്ടായത് അതിനേക്കാളും അടിപൊളിയായിട്ട് ഞാനിപ്പോൾ ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ടൈം. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഒരു ഡേയിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇത് വാരി ചെയ്യാം, പക്ഷേ ഇങ്ങനെ തന്നെയാണ് ഏകദേശം എല്ലാ ഡേയ്സും ഉണ്ടാവുന്നത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം. ഇപ്പം നമ്മുടെ യൂട്യൂബ് ഫാമിലി 7.8K ആയിട്ടുണ്ട്. ഒരു 10K ആകുമ്പോൾ ഞാൻ ഒരു Q&A ഇടുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.